എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നു. ഇനി അന്തിമ വിധി അറിയാൻ 3 നാളിൻ്റെ കാത്തിരിപ്പ് മാത്രമാണ്. ഈ ഘട്ടത്തിൽ കോട്ടയം ജില്ലയിലെ ഇടതുമുന്നണിയുടെ പ്രതീക്ഷ പങ്കുവയ്ക്കാൻ മന്ത്രി വി.എൻ. വാസവൻ നമുക്കൊപ്പം ചേരുകയാണ്. എക്സിറ്റ് പോൾ ഫലം വന്നു, ആശങ്കയുണ്ടോ? എനിക്കൊരാശങ്കയില്ല. എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും ശരിയായ രൂപത്തിലുള്ള ഫലങ്ങളിലേക്ക് വരാറില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുന്നനുഭവങ്ങൾ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വന്ന എക്സിറ്റ് പോളുകൾ പലതും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിക്ക് എതിരായിരുന്നു. 99 എത്തുമെന്ന് ഒരു എക്സിറ്റ് പോളും പറഞ്ഞിരുന്നില്ല. മാത്രമല്ല 80 താഴെ മാത്രം പരിമിതപ്പെടുത്തിയാണ് ചില കൂട്ടർ പറഞ്ഞിരുന്നത്. മറ്റു ചില കൂട്ടരാകട്ടെ നമ്മൾ ജയിച്ചിട്ടുള്ള നിരവധി MLA-മാർ തോൽക്കുമെന്ന് പറഞ്ഞവരാണ്. പ്രത്യേകിച്ച് 37,000 വോട്ടിനും അതുപോലെ 19,000 വോട്ടിനും ഒക്കെ ജയിച്ചവർ തോൽക്കുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്. അവർ MLA-മാരാകുമെന്ന് പോലും പറഞ്ഞില്ല. പക്ഷേ അവർ ചില മന്ത്രിമാരുമായി വരെ മാറി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതായിരുന്നു ബേപ്പൂരിൻ്റെ അനുഭവം, അതായിരുന്നു ഉടുമ്പൻചോലയുടെ അനുഭവം, അതായിരുന്നു കായംകുളത്തിൻ്റെ അനുഭവം. ഇങ്ങനെ കേരളത്തിലെ നിരവധി മണ്ഡലങ്ങളെ അവർ തോൽപ്പിച്ചിരുന്നതാണ് എക്സിറ്റ് പോളിൽ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്തിമമായി നമ്മൾ സ്വീകരിക്കേണ്ട ജനവിധിയാണ്. ആ ജനവിധിയും ഹിതവും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 4-ാം തീയതി ബാലറ്റ് പെട്ടി തുറന്ന് കൗണ്ടിങ് നടക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഫലം അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വന്ന എക്സിറ്റ് പോളിൻ്റെ സ്വഭാവം വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു തരംഗം UDF-ന് അനുകൂലമായി കാണുന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ രംഗത്ത് അവർ സൂചിപ്പിച്ചതനുസരിച്ചാണെങ്കിൽ 10 വർഷക്കാലം ഭരിച്ച ഒരു ഭരണമുന്നണിയുടെ ഭരണവിരുദ്ധ വികാരമോ അതിനെതിരായി വരുന്നൊരു തരംഗമോ എവിടെയും കാണാത്ത പശ്ചാത്തലത്തിൽ ഇന്ന് 98ഓളം MLA-മാരുണ്ടായിരുന്ന LDF നല്ല രൂപത്തിൽ മണ്ഡലം ശ്രദ്ധിച്ച MLA-മാരെല്ലാം തിരിച്ചു വരുന്ന ജനപ്രിയ നായകന്മാരായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പ്രവചിച്ച എക്സിറ്റ് പോളൊന്നും ശരിയല്ല, ശാസ്ത്രീയമല്ല. കൃത്യമായി അതറിയാൻ 4-ാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും. നിശ്ചയമായും മറ്റ് പ്രതിപക്ഷം കാണിക്കുന്ന പോലുള്ള അഹങ്കാരമോ ഒന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണിക്കാറില്ല. മുഖ്യമന്ത്രി ആരെന്നുള്ള പ്രവചനം ഇല്ല, പ്രഖ്യാപനമില്ല, മന്ത്രിമാരെ തീരുമാനിക്കുന്നില്ല. ഇതിലേതെങ്കിലും തരത്തിലുള്ള അഹങ്കാരമോ ജനങ്ങളുടെ മുമ്പിൽ വെല്ലുവിളിയോ ഉയർത്തുന്നില്ല. ജനവിധി എന്തായിരുന്നാലും അത് മാനിക്കുമെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ രംഗത്ത് നമ്മൾ പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ ഒരു ദശാബ്ദക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കിയ ജനാഭിലാഷങ്ങൾ ഉൾക്കൊള്ളുന്ന എത്രയോ പരിപാടികൾ വികസന രംഗത്തും ക്ഷേമപ്രവർത്തനങ്ങളിലും അനുഭവിച്ചാസ്വദിച്ചറിഞ്ഞൊരു ജനതയുള്ള നാടാണ് ഈ കേരളം. സ്വാഭാവികമായി അതിൻ്റെ അനുഭവങ്ങൾ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട ഒരു ജനതയുടെ പ്രതികരണം കൃത്യമായി അറിയണമെങ്കിൽ ബാലറ്റ് തുറക്കണം എന്നത് തന്നെയാണ്, പെട്ടി തുറക്കണം എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ പറയുമ്പോഴും ദേശീയ മാധ്യമങ്ങൾ പുറത്തിറക്കിയ എക്സിറ്റ് പോളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പക്ഷേ സംസ്ഥാനത്തെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട മലയാള മാധ്യമ സ്ഥാപനം പുറത്തിറക്കിയ എക്സിറ്റ് പോളിൽ കോട്ടയം ജില്ലയിൽ പോലും ഇടതുപക്ഷ മുന്നണിക്ക് ഒരുപക്ഷെ 2 കിട്ടിയില്ലെങ്കിൽ 9 UDF-നാണെന്നാണ്. അത് പൊട്ടുന്നത് കോട്ടയത്ത് തന്നെ ആയിരിക്കുമോ? നിശ്ചയമായും കോട്ടയത്ത് തന്നെയായിരിക്കും. ആ വീക്ഷണത്തിൻ്റെ പൊട്ടലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള കപട പ്രചരണങ്ങളുടെ ഉള്ളടക്കവും തുടക്കം കുറിച്ച് അത് പൊളിച്ച് കാണിക്കുന്ന കോട്ടയത്ത് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്ര സീറ്റ് കോട്ടയത്ത് ഇടതുമുന്നണി കരസ്ഥമാക്കുമെന്നാണ് ഒരു പ്രതീക്ഷ? അതിപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം മുമ്പ് എന്തായിരുന്നാലും ഉണ്ടായതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് എത്രയെന്ന് കൃത്യമായി എടുത്തു പറയുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോട്ടയം ജില്ലയിൽ മേൽക്കൈ കിട്ടാൻ കഴിയുന്ന രൂപത്തിലുള്ള വോട്ടിംഗ് നിലവാരമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അത് റിസൾട്ടിലും പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വോട്ടെണ്ണൽ ദിനത്തിൽ എക്സിറ്റ് പോളിൽ നിന്ന് മറിച്ചുള്ള ഒരു വിധിയായിരിക്കും ഉണ്ടാവുക എന്നാണ് മന്ത്രി വി.എൻ. വാസവൻ വ്യക്തമാക്കുന്നത്. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.